ഹായ്, ഇന്നൊരു മുരിങ്ങയില ഒഴിച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇരുന്നപ്പോഴാണ് വിഷ്ണുമായയാണ് എനിക്ക് മുരിങ്ങയിലയെല്ലാം ഇറുത്ത് തന്നത്. പിന്നെ അത് എടുത്തിട്ട് ഒരു 1/4 കപ്പ് തേങ്ങയും അതിനകത്ത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ ജീരകപ്പൊടിയൊക്കെ ഇട്ട് അതിനകത്ത് വീണ്ടും ഒരു 2 അല്ലി വെളുത്തുള്ളിയും 2 ചുവന്നുള്ളിയും ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്ത് അത് കഴിഞ്ഞ് ഒരു വാടിയ മാങ്ങ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാനങ്ങ് അരിഞ്ഞ് വെച്ചിട്ട് വേവിച്ച് വെച്ചു. നന്നായിട്ട് വേവിച്ച് 2 പച്ചമുളക് കൂടി ഇട്ടാണ് വേവിച്ചത്. അത് വേവിച്ച് മാറ്റി വെച്ചു. നല്ല ഉടച്ചൊക്കെ എടുത്ത് വേവിച്ചിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് കടുകിട്ട് പൊട്ടിച്ച് എണ്ണയൊഴിച്ച് കടുകിട്ടിട്ട് അതിനകത്ത് ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റി മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഈ മുരിങ്ങയില നമ്മൾ ഇറുത്ത് കഴുകി വെച്ചിരുന്നു. ഒരുപാടൊന്നും വേണ്ട, ഒരു കപ്പ് മുരിങ്ങയില മതി. അത് ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി ആ കളറൊന്നും മാറല്ലേ, നല്ല പച്ചയായിട്ട് തന്നെ ഇരിക്കണം. എന്നിട്ട് അരച്ച് വെച്ചത് അരപ്പും എടുത്ത് ഒഴിച്ച് ഈ മാങ്ങ നമ്മൾ വേവിച്ചില്ല അതും എല്ലാം കൂടെ ഇട്ട് ഇളക്കി ഉപ്പും ആവശ്യത്തിന് ഇടണം. അത് അവരവരുടെ ഇഷ്ടം. ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് വാങ്ങി വെച്ച് നമുക്ക് കഴിക്കാം. നല്ല ഗുണമുള്ളതാണ്, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണമുള്ളതാണ്. മോഷനൊക്കെ പോകാനും ഒക്കെ നല്ലതാണ്. മാങ്ങ പിന്നെ ഇവിടെ ഇരുന്നതുകൊണ്ട് ചേർത്താണ്, മാങ്ങയില്ലാതെയും വെച്ചാലും നല്ലത് തന്നെയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വയ്ക്കുന്നുണ്ടായിരിക്കും. എന്നാലും ഇത് കുറച്ച് ഇല മതി, ഒരുപാടൊന്നും വേണ്ട. നമുക്ക് ബുദ്ധിമുട്ടല്ലേ, ഒത്തിരി തോരനെടുക്കുന്ന പോലുള്ള അത്രയും ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, ഒരു കപ്പ് ഇല മതി. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇതിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.